ഓക്കെ, സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓപ്പോൻ്റെ ലേറ്റസ്റ്റ് ഫോൺ, അതായത് ഓപ്പോ ഇന്ന് ലോഞ്ച് ചെയ്ത ഓപ്പോൻ്റെ ഓപ്പോ റെനോ 6 Pro എന്ന ഫോണാണ്. കുറേ നല്ല യുണീക്ക് ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ഓപ്പോ റെനോ 6 Pro. ഫോർ എക്സാമ്പിൾ ബൊക്കെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഡയമൻസിറ്റി 1200 ചിപ്സെറ്റ്, സോ മീഡിയ ടെക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ ഡയമൻസിറ്റി 1200 ചിപ്സെറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഇമേജ് സാമ്പിൾസ്, വീഡിയോ സാമ്പിൾസ്, പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനതിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. സോ ഇതാണ് ഓപ്പോൻ്റെ ലേറ്റസ്റ്റ് ഓപ്പോ റെനോ 6 Pro 5G ഫോണിൻ്റെ പാക്കേജിങ്. ലെറ്റ്സ് അൺബോക്സ്. ആ ബ്ലൂ കവർ എടുത്ത് മാറ്റിയപ്പോൾ അകത്ത് ബ്ലാക്ക് ബോക്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടൻസ്. ഓബ്വിയസ്ലി ഫോൺ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 65 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജർ, ടൈപ്പ് സി ചാർജിങ് കേബിൾ, പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് സി ഇയർഫോൺസ് തന്നിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. ഡോക്യുമെൻറ്റേഷൻ, ട്രാൻസ്പെറൻറ്റ് സിലിക്കോൺ TPU കേസ്, ഫൈനലി സിം ഇജക്ടർ പിൻ. ഇതിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഇംപ്രസീവ് ആണ്. കാരണം ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്. 176 gram ആണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. ഈ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബിൽഡ് ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഗ്ലോസി ഫിനിഷ് അല്ല, മാറ്റ് ഫിനിഷ് ആണ്. ദാറ്റ്സ് ഗുഡ്. ഈ ഒരു കളർ വേരിയൻ്റ് ഒറോറയാണ്. വളരെ ബ്യൂട്ടിഫുള്ളും മിസ്റ്റിക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യുമ്പം വേറെ വേറെ കളേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഒരു ചെറിയൊരു ബ്ലൂയിഷ് പർപ്പിൾ ടിൻ്റ് ഉണ്ട്. സോ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഓപ്പോൻ്റെ ഫോൺസ് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. അതേ രീതിയിൽ ഇതും ഒരു അട്രാക്റ്റീവ് കളർ തന്നെയാണ്. റെക്ടാങ്കുലർ ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 7.6 mm മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്. സോ ഒരു സ്ലിം ഫോണാണ്. TPU കേസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ്. എല്ലാം കവർ ചെയ്യുന്നുണ്ട്, എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. ഈവൻ ക്യാമറ മോഡ്യൂളും പ്രൊട്ടക്റ്റഡ് ആണ്. താഴെ ആ ഫ്ലാപ്പും വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ് TPU കേസ്. ടോപ്പിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പവർ ബട്ടൺ റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് വോളിയം റോക്കർ. ബോട്ടം സൈഡിൽ സ്പീക്കേഴ്സ് ഉണ്ട്, ടൈപ്പ് സി പോർട്ട്, മൈക്ക് ആൻഡ് സിം സ്ലോട്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഷെയർ ചെയ്യാം. ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്ത് പുറത്തെടുത്ത് കഴിഞ്ഞ് ഫസ്റ്റ് ടൈം ഞാൻ ടേൺ ഓൺ ചെയ്തപ്പം ഞാൻ റിയലി ഇംപ്രസ്ഡ് ആയിരുന്നു. ഓക്കെ, വളരെ ഇംപ്രസീവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, നോ ഡൗട്ട്. ആ ഒരു കർവ് ഉണ്ടല്ലോ, ഒരു കർവ് ഡിസ്പ്ലേ ആണ്. സോ ഇനി നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കാം. ഓക്കെ, സോ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 180 Hz ടച്ച് സാമ്പിളിംഗ്, HDR10+ ഫീച്ചറും വരുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഒരു ഡൈനാമിക് വാൾപേപ്പർ ആണ് വരുന്നത്. സോ നിങ്ങൾ ഈ ഒരു ഫോൺ ഫസ്റ്റ് ടൈം അൺലോക്ക് ചെയ്യുമ്പോഴും അത് നല്ലൊരു ഫീലാണ് തരുന്നത്. 800 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ലെഫ്റ്റ് ടോപ്പിൽ ഒരു ചെറിയ പഞ്ച്-ഹോൾ ക്യാമറ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ 360 ഡിഗ്രി ബാക്കിലും ലൈറ്റ് സെൻസർ ഉണ്ട്. സോ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കിലും ഭയങ്കര വെളിച്ചമാണെങ്കിലും അതനുസരിച്ച് ഡിസ്പ്ലേൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ് കറക്റ്റ് ആയിക്കോളും. ടോപ്പ് ആണെങ്കിലും ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് എല്ലാം തിൻ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ചിന്നൊക്കെ നല്ല തിന്നാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഒരു OLED ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല വ്യൂയിങ് ആംഗിൾസ് ആണ്, അത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ടിൻറ്റിങ്, ഡാർക്കനിങ്, ബ്ലാക്കനിങ് ഒന്നും നടക്കുന്നില്ല. നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നല്ല വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്. പിന്നെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഫുൾ HD 1080p കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ആമസോൺ പ്രൈമിൽ HDR സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ HDR വീഡിയോസ് കാണാൻ കഴിയും. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്വന്തം പോർട്രേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയിട്ട് ഇടാൻ പറ്റും. പിന്നെ വേറെ ഒരുപാട് കസ്റ്റം സ്റ്റാറ്റിക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഡൈനാമിക് മൂവ്മെൻ്റ് ഉള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല കോൺട്രാസ്റ്റ് ലെവൽസ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്, ഡീപ്പ് ബ്ലാക്സ് എല്ലാം നല്ലതാണ്. സോ അങ്ങനെ ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. ഐ എം റിയലി ഇംപ്രസ്ഡ്. ഓപ്പോ റെനോ 6 Pro സിംഗിൾ റാം സ്റ്റോറേജ് വേരിയൻറ്റിലാണ് വരുന്നത്. 12GB ആൻഡ് 256GB. LPDDR4X RAM ആണ്. UFS 3.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. മീഡിയ ടെക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ ഡയമൻസിറ്റി 1200 5G ചിപ്സെറ്റുമായിട്ടാണ് ഓപ്പോ റെനോ 6 Pro വരുന്നത്. ഒരു സംശയം വേണ്ട, നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. 6 nm ഒക്ടാ-കോർ ചിപ്സെറ്റ് ആണ്. 3.0 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ ക്ലോസ് ടു 5.2 5.3 lakh വരെ പോകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഒരു ഇഷ്യൂവും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ക്ലോസ് ടു 82% 83% ത്രോട്ട്ലിംഗ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് റിയലി ഗുഡ്. സോ ഡേ ടു ഡേ പെർഫോമൻസിൽ എനിക്ക് ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. അങ്ങനെ അൺലോക്ക് ചെയ്യുമ്പോഴും ലോക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്പ് ഡ്രോറിൽ മൂവ് ചെയ്യുമ്പോഴും വേറെ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴും സ്റ്റട്ടർ, സ്റ്റക്ക്, ലാഗ്, ഗ്ലിച്ച് അങ്ങനെ ഒന്നും ഒരു പ്രോബ്ലം ഇതുവരെ ഞാൻ ഫേസ് ചെയ്തില്ല. സോ നല്ല രീതിയിൽ അവർ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ UI ആണെങ്കിലും, സോ ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ്
ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 11 വരുന്നുണ്ട് വിത്ത് കളർ OS നല്ല രീതിയിൽ അവർ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചിപ്സെറ്റിന് വേണ്ടി. സോ തീർച്ചയായിട്ടും ആ ഒരു ഓപ്റ്റിമൈസേഷൻ കാണാൻ പറ്റുന്നുണ്ട്, നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ റിലാക്സ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ വെച്ച് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചറിൽ മെയിൻലി റിലാക്സിങ് സൂതിങ് മ്യൂസിക് ആണ് ഇവർ തന്നിരിക്കുന്നത്. സോ കുറേ കസ്റ്റം മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് പ്ലേ ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലാക്സിങ് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റും, മൾട്ടിപ്പിൾ ട്രാക്സ് ഒക്കെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലാക്സിങ് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ഫീച്ചറാണ്, ഒരു യുണീക്ക് ഫീച്ചറാണ് തീർച്ചയായിട്ടും. ഇത്രയും നല്ലൊരു ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് BGMI കളിച്ച് നോക്കിയിരുന്നു. നല്ല പെർഫോമൻസ് ആണ് ഓബ്വിയസ്ലി, കാരണം ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്, നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടിയത്. മാക്സിമം നിങ്ങൾക്ക് സ്മൂത്ത് ആൻഡ് എക്സ്ട്രീം കളിക്കാൻ പറ്റുന്നുണ്ട്. മാക്സിമം നിങ്ങളത് നോക്കുകയാണെങ്കിൽ FPS നോക്കുകയാണെങ്കിൽ സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം ആണ്, ബാലൻസ്ഡ് ആൻഡ് എക്സ്ട്രീം കളിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി എല്ലാം സെറ്റിങ്സിൽ HDR വരെ അൾട്ര 40 FPS കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ്. അങ്ങനെ ഫ്രെയിം ഡ്രോസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ BGMI ഇപ്പം പിങ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് അവിടെ ഇവിടെ ചെറിയ സ്റ്റക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഫോണിൻ്റെ ഇഷ്യൂ അല്ല, അത് പിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. ഫോണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് എനിക്ക് അങ്ങനെ സ്റ്റക്കും ഗ്ലിച്ചൊന്നും കിട്ടിയില്ല, നല്ല പെർഫോമൻസ് ആണ് കിട്ടിയത്. പിന്നെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹൈപ്പർ ബൂസ്റ്റ് 4.1 ഫീച്ചറൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്പെസിഫിക് ഗെയിമിംഗ് മോഡൊക്കെ ഉണ്ട്, നോട്ടിഫിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി, ഫോൺ കോൾസ് വരാതിരിക്കാൻ വേണ്ടി, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ക്യാമറ, 2+2 മാക്രോ ആൻഡ് ഡെപ്ത് ഉണ്ട്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഞാൻ മിനിമം 12 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ആണ്. സോ മിനിമം ഒരു 12 മെഗാ പിക്സൽ അൾട്രാവൈഡ് പ്ലസ് 5ൻ്റെ മാക്രോ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. കാരണം ഓപ്പോ ഫോൺസ് നോർമലി ക്യാമറ സെൻട്രിക് ഫോൺസ് ആണ്. സ്റ്റിൽ നല്ല പെർഫോമൻസ് ആണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. നല്ല ഫോട്ടോസ് ആണ് കിട്ടുന്നത്, ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഹ്യൂമൻ സബ്ജക്ട്സ് ആണെങ്കിലും നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. സ്പെഷ്യലി നൈറ്റ് ഒക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഫോട്ടോഗ്രാഫി, ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി നല്ലതാണ്, നല്ല കളേഴ്സും എല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻ സബ്ജക്റ്റ് വെച്ച് HDR മോഡിൽ എടുക്കുകയാണെങ്കിൽ സ്കിൻ ടോൺ ചെറിയ രീതിയിൽ വൈറ്റ് ആവുന്നുണ്ട്. സോ വെളുപ്പിക്കൽ നടക്കുന്നുണ്ട്. HDR നിങ്ങൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ദെൻ നോ ഇഷ്യൂസ്, നല്ല കളേഴ്സാണ്, നല്ല പ്ലീസിങ് കളേഴ്സാണ് വരുന്നത്. നല്ല വീഡിയോ ക്വാളിറ്റിയാണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. നല്ല രീതിയിൽ ഫോക്കസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നല്ല എക്സ്പോഷർ കൺട്രോളൊക്കെ ഉണ്ട്. സോ വീഡിയോ ഫോട്ടോ, എസ്പെഷ്യലി റിയർ ക്യാമറയുടെ വീഡിയോ ഫോട്ടോ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തില്ല. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 1080p 30 FPSൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നുണ്ട്. സെൽഫി ക്യാമറ പെർഫോമൻസ് ഇംപ്രസീവാണ്, നല്ല കളേഴ്സാണ്, നല്ല സ്കിൻ ടോൺ ആണ്, വെളുപ്പിക്കലും അല്ലെങ്കിൽ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓറഞ്ച് റെഡ് ടിൻ്റൊന്നും വരുന്നില്ല. നല്ല സ്കിൻ ടോൺ ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. പോർട്രേറ്റ് സെൽഫീസിൻ്റെ ബൊക്കെ നല്ല നാച്ചുറൽ ആണ്, അതിനോടൊപ്പം തന്നെ നല്ല എച്ച് ഡിറ്റക്ഷൻ ഉണ്ട്. സോ നിങ്ങളുടെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പടർന്നിരിക്കുകയാണെങ്കിലും നോ ഇഷ്യൂസ്, നല്ല രീതിയിൽ അത് ക്യാപ്ചർ ചെയ്യുന്നത്. ദാറ്റ്സ് റിയലി ഗുഡ്. എന്നെ പേഴ്സണലി ഇംപ്രസ് ചെയ്തൊരു ക്യാമറ ഫീച്ചറാണ്, അതാണ് ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റിൻ്റെ ഫീച്ചർ. വളരെ ഇംപ്രസീവ്, യൂണീക്കായ ഒരു ഇന്നോവേറ്റീവ് ക്യാമറ മോഡാണ് ഈ ഒരു ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ്. സോ ബേസിക്കലി നമ്മുടെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ലൈറ്റ് ബൊക്കെ രീതിയിൽ കാണിച്ചിരും. നോർമലി DSLR വെച്ച് എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കിട്ടുന്നത്. അത് നമുക്കിവിടെ ഫോൺ വെച്ച് എടുക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല, പക്ഷേ സ്റ്റിൽ നല്ല വീഡിയോസ് വരുന്നുണ്ട്. യുണീക്ക് വീഡിയോസാണ്, ഞാൻ വേറെ ഒരു ഫോണിലും ഇതുപോലത്തെ സംഭവം കണ്ടിട്ടില്ല. സോ ഒരു യൂണിക് ഇന്നോവേറ്റീവ് സംഭവമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ്. നിങ്ങൾ നല്ല രീതിയിൽ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ബൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റും. ഡ്യുവൽ വ്യൂ വീഡിയോൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥമാണ് സെൽഫിയും പിന്നെ റിയർ ക്യാമറ വീഡിയോ ഒരുമിച്ച് എടുക്കാൻ പറ്റും. ദാറ്റ്സ് ഗുഡ്. പിന്നെ ഒരു മൂവി മോഡ് വരുന്നുണ്ട്. ബേസിക്കലി പ്രോ വീഡിയോ മോഡാണ്. നിങ്ങൾക്ക് ഷട്ടർ സ്പീഡും ISO ഒക്കെ ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ പ്രോ ഫോട്ടോഗ്രാഫി മോഡും വരുന്നുണ്ട്. എക്സ്ട്രാ HD ഫോട്ടോഗ്രാഫിയുടെ മോഡുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ 64 മെഗാ പിക്സലാണ്, പക്ഷേ നിങ്ങൾക്ക് അപ്സ്കെയിൽ ചെയ്ത് 108 മെഗാ പിക്സൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ കൂടുതൽ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓപ്പോയിൻ്റെ ഈ Reno 6 Proയിൽ 4500 mAh ഒരു ഡീസൻറ്റ് സൈസ് ബാറ്ററി വരുന്നുണ്ട്. കൂടെ വരുന്ന ചാർജർ സൂപ്പർ ഫാസ്റ്റ് ആണ്, 65 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. ഓപ്പോ പറയുന്നതനുസരിച്ച് 30 മിനിറ്റ് കൊണ്ട് 32 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 0 to 100% ഫുൾ ചാർജ് ചെയ്യാൻ കഴിയും. ഞാൻ യൂസ് ചെയ്ത സമയത്തൊക്കെ 1 day ബാറ്ററി കിട്ടുന്നുണ്ടായിരുന്നു. വളരെ ലോ യൂസ് ആണെങ്കിൽ 1.5 day വരെ പോകുന്നുണ്ട്. പക്ഷേ നോർമൽ യൂസിന് വേണ്ടി 1 day ബാറ്ററി എന്ന് പറയാൻ പറ്റും. ഈ ഫോണിൽ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഫീച്ചർ വരുന്നില്ല. അതിപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഫോണിലും വരുന്നില്ല. പക്ഷേ സ്റ്റിൽ ഓപ്പോ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് USB Type-C പോർട്ടുള്ള, അതായത് USB Type-C ഇയർഫോൺസ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കാരണം ഇപ്പം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. കൊടുത്തിരിക്കുന്ന സ്പീക്കർ നല്ലതാണ്, അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ വോയിസ് ക്വാളിറ്റിയിൽ ഇഷ്യൂ ഒന്നുമില്ല, നല്ല സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡ്യുവൽ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന്.
ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. നല്ല ഫാസ്റ്റാണ്, സെക്യൂർ ആണ്, പെട്ടെന്ന് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കും ഫാസ്റ്റ് ആണ്. സോ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആൻഡ് ഫേസ് അൺലോക്ക് ബോത്ത് ആർ ഫാസ്റ്റ് ആൻഡ് സെക്യൂർ. കാരിയർ എഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡ്യുവൽ സ്റ്റാൻഡ് ബൈ 5Gൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ 5G വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സിം സ്ലോട്ടിലും 5G സിംസ് യൂസ് ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് ഗുഡ്. വൈഫൈ കോളിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. FM റേഡിയോൻ്റെ ഫീച്ചർ വരുന്നില്ല. ക്യാമറ ടു API എനേബിൾഡ് ആണ്. SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ഈ ഒരു വീഡിയോ ഞാൻ ലോഞ്ചിന് മുന്നേ ആണ് ഷൂട്ട് ചെയ്യുന്നത്. സോ എനിക്കിതിൻ്റെ കറക്റ്റ് പ്രൈസ് അറിയില്ല. പക്ഷേ നമ്മൾ ആ പ്രൈസിൻ്റെ ഫാക്ടർ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു ഫോണായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഇംപ്രസ്ഡ് ആണ്. നല്ല ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡിസ്പ്ലേ ഉണ്ട്, നല്ല ക്യാമറയുണ്ട്, നല്ല ഡിസൈൻ ഉണ്ട്. സോ ഓപ്പോയിൻ്റെ സംഭവം അതാണല്ലോ, നമ്മുടെ ക്യാമറ ഡിസൈനൊക്കെയാണ് അവരുടെ മെയിൻ സെല്ലിംഗ് പോയിന്റ്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നല്ലൊരു ചിപ്സെറ്റും കൊടുത്തിട്ടുണ്ട്. സോ MediaTekൻ്റെ Dimensity 1200 ചിപ്സെറ്റ് നല്ല ചിപ്സെറ്റാണ്. പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. അത് ഗെയിമിംഗ് പെർഫോമൻസ് ആണെങ്കിലും നോർമൽ പെർഫോമൻസ് ആണെങ്കിലും നോ ഇഷ്യൂസ്. ചില സ്ഥലങ്ങളിൽ അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ സ്റ്റീരിയോ സ്പീക്കേഴ്സും പിന്നെ 12 മെഗാ പിക്സൽ അൾട്രാവൈഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഓവറോൾ പാക്കേജ് ആയിരുന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഒരു ഫോണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഫോണിൻ്റെ ക്വാളിറ്റീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്കൊരു കംപ്ലയിൻറ്റും ഇല്ല. ഞാൻ റിയലി ഇംപ്രസ്ഡ് ആണ്. ഈ ഫോണിൻ്റെ പ്രൈസും പിന്നെ ഇതിൻ്റെ ബൈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. ഓക്കെ, സോ ചെക്ക് ദാറ്റ് ഔട്ട്. ബാക്കി നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഒരു തോട്ട്സ്, ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനും താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവർ. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.